നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് മാസം അവസാനിക്കുകയാണ്. സെപ്റ്റംബർ മാസം ആരംഭിക്കുന്നതോടെ മുൻപ് സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്നവർ, PM കിസാൻ ആനുകൂല്യം ലഭിക്കുന്ന കർഷകർ, ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ എന്നിവർ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് നമുക്ക് പ്രധാനമായും 3 വിഷയങ്ങളാണ് പരിശോധിക്കാനുള്ളത്. ഒന്നാമത്തേത് LPG ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, രണ്ടാമത്തേത് PM കിസാൻ പദ്ധതിയിലെ കാര്യങ്ങളും, അതുപോലെ മൂന്നാമത്തേത് പെൻഷന്റെ നിലവിലെ വിതരണം, അതുപോലെ ഇനിയുള്ള ഗഡുക്കളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായി നോക്കുന്നുണ്ട്. ഓരോ വിഷയം എന്താണ്, ആർക്കൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നതും വിശദമായി നോക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഹൈപ്പ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാനും, ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും, കമന്റ് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. LPG ഗ്യാസ് കണക്ഷൻ ഉള്ളവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം KYC ആണ്. ഗ്യാസ് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ശരിയായി പരിശോധിക്കുകയും കണക്ഷൻ യഥാർത്ഥ ഉപഭോക്താവിൻ്റെതാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് KYC സംബന്ധിച്ച നിർദ്ദേശങ്ങൾ വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഗ്യാസ് കണക്ഷനിൽ KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. KYC പൂർത്തിയാക്കിയിട്ടില്ലാത്ത ഉപഭോക്താക്കൾക്ക് തുടർന്നുള്ള ഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ ബന്ധപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ഔദ്യോഗിക സംവിധാനത്തിലൂടെ നിങ്ങളുടെ കണക്ഷൻ നിലവാരം പരിശോധിക്കാം. പ്രത്യേകിച്ച് വീട്ടിലെ ഗ്യാസ് കണക്ഷൻ വർഷങ്ങളായി ഉപയോഗിക്കുന്നവരും, മൊബൈൽ നമ്പർ മാറിയവരും, വിലാസത്തിലോ ഉപഭോക്തൃ വിവരങ്ങളിലോ മാറ്റം വന്നവരും ഈ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. സെപ്റ്റംബർ മുതൽ KYC പൂർത്തിയാക്കിയിട്ടില്ലാത്ത കണക്ഷനുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന തരത്തിലുള്ള അറിയിപ്പുകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. വാട്സപ്പ് മെസ്സേജുകളിലൂടെയോ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയോ മാത്രം കണ്ടിട്ട് പരിഭ്രാന്തരാകേണ്ടതില്ല. നിങ്ങളുടെ LPG ഡിസ്ട്രിബ്യൂട്ടറിനോടോ ഔദ്യോഗിക കസ്റ്റമർ കെയർ സംവിധാനത്തിലൂടെയോ കണക്ഷന്റെ നിലവാരം നിങ്ങൾക്ക് സ്ഥിരീകരിക്കാവുന്നതാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യമാണ്, ഒരു സിലിണ്ടർ എടുത്ത ഉടൻ തന്നെ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം പല ഉപഭോക്താക്കൾക്കും അനുഭവിക്കുന്നുണ്ട്. നിലവിൽ ചില പ്രദേശങ്ങളിൽ സിലിണ്ടർ ബുക്കിങ്ങിന് ഇടയിലുള്ള നിശ്ചിത ദിവസങ്ങളുടെ നിയന്ത്രണം നിലനിൽക്കുന്നുണ്ട്. നഗരപ്രദേശങ്ങളിൽ ഏകദേശം 25 ദിവസത്തെ ഇടവേളയും ഗ്രാമപ്രദേശങ്ങളിൽ ഏകദേശം 40 ദിവസത്തെ ഇടവേളയും സംബന്ധിച്ച നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ ഉണ്ടെന്നതാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഇത് എല്ലാ ഉപഭോക്താക്കൾക്കും ഒരേ രീതിയിൽ ബാധകമാകണമെന്ന് കരുതരുത്. നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ, ബുക്കിംഗ് സിസ്റ്റം, ഉപഭോക്തൃ വിഭാഗം എന്നിങ്ങനെ അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് സിലിണ്ടർ ബുക്കിംഗ് ചെയ്യുമ്പോൾ ബുക്കിംഗ് സിസ്റ്റം നൽകുന്ന ഏറ്റവും പുതിയ വിവരമാണ് പരിഗണിക്കേണ്ടത്. ഒരു കുടുംബത്തിന് ശരാശരി എത്ര ദിവസം കൊണ്ട് സിലിണ്ടർ തീരുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഗ്യാസ് വേഗത്തിൽ തീരുന്ന കുടുംബങ്ങൾ അവസാന നിമിഷം വരെ കാത്തിരുന്നാൽ ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി സെപ്റ്റംബർ 1 മുതൽ ഗ്യാസ് വില കൂടുമോ എന്നുള്ളത് ചോദ്യമുണ്ട്. അതായത് LPG ഗുണഭോക്താക്കൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വില, LPGയുടെ അന്താരാഷ്ട്ര വില, രൂപയുടെ മൂല്യം, കേന്ദ്രതലത്തിലുള്ള വില നിർണയ തീരുമാനങ്ങൾ തുടങ്ങിയ നിരവധി ഘടകങ്ങളാണ് LPG വിലയെ സ്വാധീനിക്കുന്നത്. അതിനാൽ സെപ്റ്റംബർ 1 വിലയിൽ മാറ്റമുണ്ടാകുമോ എന്നത് ഔദ്യോഗിക വില പ്രഖ്യാപനം വന്നതിന് ശേഷമാണ് ഉറപ്പിക്കാൻ കഴിയുക. വില വർദ്ധിക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ നേരത്തെ തന്നെ പ്രചരിക്കുന്ന വാർത്തകൾ കണ്ടാൽ അത് മാത്രം വിശ്വസിക്കാതെ ഇരിക്കുക. അതുപോലെ സെപ്റ്റംബർ 1 ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന വിലയാണ് അന്തിമമായി പരിഗണിക്കേണ്ടത്. ഇനി കർഷകരെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കിടയിൽ ഇപ്പോൾ ഒരു പ്രധാന ആശയക്കുഴപ്പമുണ്ട്. KYC ചെയ്യാൻ എല്ലാവരും അക്ഷയ കേന്ദ്രത്തിലോ CSC കേന്ദ്രത്തിലോ പോകണമോ എന്നുള്ളത്. ഇതിന് ഉത്തരം എല്ലാവരും നിർബന്ധമായി പോകണമെന്നല്ല. നിങ്ങളുടെ PM കിസാൻ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ, പെൻഡിംഗ് ആണോ, എന്തെങ്കിലും നടപടി ആവശ്യമുണ്ടോ എന്നത് ആദ്യം നോക്കേണ്ടതാണ്. പോർട്ടലിൽ വ്യക്തമായി
പ്രത്യേകമായി ഈ KYC ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ SMS മുഖേന പ്രത്യേകമായ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉടൻ തന്നെ അക്ഷയ അല്ലെങ്കിൽ CSC കേന്ദ്രത്തിലേക്ക് പോകണം എന്നൊരു പൊതു നിയമം പോലെ ഇതിനെ കാണേണ്ടതില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പല കർഷകരും സോഷ്യൽ മീഡിയയിൽ വരുന്ന സന്ദേശങ്ങൾ കണ്ടിട്ട് അൺനെസസറി ആയി കേന്ദ്രങ്ങളിൽ എത്തുകയാണ്. അതുകൊണ്ട് ആദ്യം ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ആധാർ ഓതന്റിക്കേഷൻ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ലാൻഡ് റിലേറ്റഡ് എലിജിബിലിറ്റി തുടങ്ങിയ വിവരങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ PM കിസാൻ തുക ലഭിച്ചിട്ടില്ലെങ്കിൽ ആദ്യം പരിശോധിക്കേണ്ടത് ചില അടിസ്ഥാന കാര്യങ്ങളാണ്. ആധാർ വിവരങ്ങൾ ശരിയാണോ, ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ശരിയായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ, KYC എന്താണ്, ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ആക്റ്റീവ് ആണോ, പേയ്മെന്റ് സ്റ്റാറ്റസ് എന്താണ്, ഇതെല്ലാം പരിശോധിച്ച ശേഷമാണ് നിങ്ങൾ അടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, KYC കംപ്ലീറ്റഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ വീണ്ടും KYC ചെയ്യാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. പോർട്ടലിൽ പ്രത്യേക നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രം ആവശ്യമായ നടപടി സ്വീകരിക്കുക. അതുപോലെ SMS വന്നാൽ അതിലെ വിവരങ്ങൾ മാത്രം ആശ്രയിക്കാതെ ഔദ്യോഗിക പോർട്ടലിലും പരിശോധിക്കുക. ഇനി കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിതരണം ഘട്ടം ഘട്ടമായി നടക്കുന്നതിനാൽ എല്ലാവരുടെയും അക്കൗണ്ടിൽ ഒരേ സമയം പണം എത്തണമെന്നില്ല. നിങ്ങൾക്ക് പണം ലഭിച്ചെങ്കിൽ കമന്റ് ബോക്സിൽ പണം ലഭിച്ചു എന്ന് അറിയിക്കുക. ലഭിച്ചിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് കമന്റ് ബോക്സിൽ എഴുതുക. അതുകൊണ്ട് പണം ഉടൻ ലഭിച്ചില്ലെന്ന് കരുതി നിങ്ങൾ പെൻഷൻ മുടങ്ങി എന്ന് കരുതേണ്ടതുമില്ല. ഓഗസ്റ്റ് മാസത്തെ വിതരണം ഓഗസ്റ്റ് 31-നകം പൂർത്തിയാക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. ബാങ്ക് അക്കൗണ്ട് വഴിയോ മറ്റ് അംഗീകൃത മാർഗങ്ങളിലൂടെയോ തുക ലഭിക്കുന്നവർക്ക് ക്രെഡിറ്റ് ആകുന്ന സമയത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഇനി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മസ്റ്ററിംഗ്. പെൻഷൻ തുടർന്നും ലഭിക്കുന്നതിനായി അർഹരായ ഗുണഭോക്താക്കൾക്ക് നിർബന്ധമായും മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിനായി ആധാർ ബയോമെട്രിക് ഓതന്റിക്കേഷൻ ഉപയോഗിച്ചുള്ള മസ്റ്ററിംഗ് നടപടികളാണ് നടത്തുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സർക്കാർ സംഘടിപ്പിക്കുന്ന പ്രത്യേക ക്യാമ്പുകൾ വഴിയോ മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ്. മസ്റ്ററിങ്ങിനുള്ള നിലവിലെ സമയപരിധി സെപ്റ്റംബർ 30 വരെയാണ്. അതിനാൽ അവസാന ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കാതെ നേരത്തെ തന്നെ നടപടികൾ പൂർത്തിയാക്കുന്നത് സുരക്ഷിതമാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, മസ്റ്ററിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാതെ പോകുന്നത് പിന്നീട് പെൻഷൻ ലഭിക്കുന്നതിൽ തടസ്സം ഉണ്ടാവും. അതുകൊണ്ട് പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും സ്വന്തം സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് പ്രായമായവർക്ക് അക്ഷയ കേന്ദ്രത്തിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സർക്കാർ പ്രഖ്യാപിക്കുന്ന പ്രത്യേക ക്യാമ്പുകളെ കുറിച്ച് അന്വേഷിക്കണം. കുടുംബങ്ങളിലെ മറ്റുള്ളവർ മുതിർന്ന പെൻഷൻ ഗുണഭോക്താക്കളെ ഈ കാര്യത്തിൽ സഹായിക്കുന്നതും വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ 3 വിഭാഗക്കാർ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി LPG ഗുണഭോക്താക്കൾ അവരുടെ KYC സ്റ്റാറ്റസ് പരിശോധിക്കുക. PM കിസാൻ ആയിക്കോട്ടെ, KYC കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ബുക്കിംഗ് ഇന്റർവെൽ സംബന്ധിച്ച നിലവിലെ നിയമങ്ങൾ LPG കണക്ഷൻകാർ ശ്രദ്ധിക്കേണ്ടതാണ്. സെപ്റ്റംബർ 1 LPG വില സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം വരുന്ന മുറയ്ക്ക് ഞങ്ങൾ അത് അറിയിക്കുന്നതാണ്. അതുപോലെ PM കിസാൻ ഉപഭോക്താക്കൾ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കുക. KYC കംപ്ലീറ്റഡ് ആണെങ്കിൽ വീണ്ടും ചെയ്യേണ്ടതില്ല. അതുപോലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ക്രെഡിറ്റ് ആയി ഒന്ന് പരിശോധിക്കുക. വിതരണം ഘട്ടമായി നടക്കുന്നതിൽ കുറച്ച് സമയങ്ങൾ വ്യത്യാസം വരും. മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ലഭിച്ചു എന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ ലഭിച്ചിട്ടില്ല എന്നും കമന്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടട്ടെ. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.